Next, inspection of statutory books and registers. For the purpose, the auditor should call for the list of books of accounts and statistical and statutory registers maintained by the company and the names of persons responsible for maintaining each such record. കുറച്ച് സ്റ്റാറ്റുട്ടറി ബുക്സ്, അതായത് ലോയിൽ പറഞ്ഞിരിക്കുന്ന കുറേ ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സൊക്കെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണം. ആ ബുക്സ് എല്ലാം ഓഡിറ്റർ ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക. ഇന്ന ബുക്കും രജിസ്റ്ററും ഒക്കെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ആരൊക്കെയാണ് ആ ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ, അവരുടെ പേരുകളും കൂടെ ചോദിച്ച് വാങ്ങിക്കണം. According to Section 128 of the Companies Act, every company is required to keep proper books of accounts to record all money received and paid by the company, all sales and purchases of goods made by the company, and all assets and liabilities of the company. Companies Act 128 എല്ലാ കമ്പനിയും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ്, അതിൽ മെയിനായിട്ടും പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, കമ്പനിക്ക് കിട്ടിയ മണി, അത് കിട്ടിയതും അത് പേ ചെയ്തതുമായ എമൗണ്ട്, അതിനെക്കുറിച്ച് പറയുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സും, അതുപോലെ തന്നെ സെയിൽസിൽ നിന്നും പർച്ചേസിൽ നിന്നും കിട്ടിയ എമൗണ്ട്, അതുപോലെ തന്നെ കമ്പനിയുടെ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഡീറ്റെയിൽസ്, ഇത്തരം കാര്യങ്ങൾ പറയുന്ന ബുക്സ് ഏത് കമ്പനിയാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നാണ് സെക്ഷൻ 128 ഓഫ് ദി കമ്പനീസ് ആക്ടിൽ പറയുന്നത്. A public limited company is under a statutory obligation to maintain the following books at its registered office. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഈ താഴെ പറയുന്ന ബുക്സ് അവരുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ മസ്റ്റായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് ആ ബുക്സ് എന്ന് നോക്കാം. ബുക്സ് റെക്കോർഡിംഗ് സെയിൽസ് ആൻഡ് പർച്ചേസസ് ഓഫ് ഗുഡ്സ്, ബുക്സ് റെക്കോർഡിംഗ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി കമ്പനി, ബുക്സ് റെക്കോർഡിംഗ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്, ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെൻറ്റും ഒക്കെ, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് നമുക്ക് എമൗണ്ട് കിട്ടിയതും പേ ചെയ്തതുമായ ഡീറ്റെയിൽസ് കാണിക്കുന്ന ബുക്സ്. അതുപോലെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, മെമ്പേഴ്സിൻ്റെയും ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെയും രജിസ്റ്റർ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, രജിസ്റ്റർ ഓഫ് മോർഗേജസ് ആൻഡ് ചാർജസ്, എന്തെങ്കിലും നമ്മൾ ലോണിന് ഈട് വെച്ചിട്ടുണ്ടെങ്കിൽ, പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് കോൺട്രാക്റ്റ്, എന്തൊക്കെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. രജിസ്റ്റർ ഓഫ് ഓഫീസേഴ്സ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഓഫീസേഴ്സിൻ്റെ ഒരു രജിസ്റ്റർ. ദെൻ ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡിംഗ്, ഡയറക്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നവരുടെ ഷെയർ ഹോൾഡിംഗ് എത്രമാത്രം ഉണ്ട്. ദെൻ ഫോറിൻ രജിസ്റ്റർ. ദ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ thoroughly all these books and register. ഈ ഓഡിറ്റർ ഈ പറഞ്ഞ ബുക്സ് ആൻഡ് രജിസ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്തിരിക്കണം. Then inspection of minutes book. The auditor should examine shareholders minutes book, directors minutes book and committees minutes book. ഷെയർഹോൾഡേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ മാനേജിങ് കമ്മിറ്റി കാണുമല്ലോ. ഈ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കുറച്ച് കമ്മിറ്റിയിലേക്ക്, ചില കമ്മിറ്റികളിലേക്കൊക്കെ, അതായത് സബായിട്ടുള്ള ചില മീറ്റിങ്സൊക്കെ നടത്താൻ വേണ്ടി കുറേ കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുക്കുമല്ലോ, അവരുടെ മിനിറ്റ്സ് ബുക്കും ഓഡിറ്റർ ഇൻസ്പെക്ട് ചെയ്തിരിക്കണം. The auditor should see that the members' minutes as recorded in the books are certified by the chairman of the meeting. ഏത് മീറ്റിംഗ് ആയിക്കോട്ടെ, ആ മീറ്റിങ്ങിൽ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. ആ ചെയർമാൻ അത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്നും ഓഡിറ്റർ ഉറപ്പുവരുത്തിയിരിക്കണം. He should go through the resolution of shareholders, directors and the appointed committees as recorded in their respective minute book. ഈ ഷെയർ ഹോൾഡേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും മാനേജിങ് കമ്മിറ്റി ആയാലും അവരെടുത്തിരിക്കുന്ന ഒരു റെസൊല്യൂഷനൊക്കെ അത് കൃത്യമായിട്ട് മിനിറ്റ്സ് ബുക്കിൽ, അവരവരുടെ മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നും ഓഡിറ്റർ ഉറപ്പുവരുത്തിയിരിക്കണം. The auditor has to refer the shareholders minutes book for the verification of the following items. ഷെയർഹോൾഡേഴ്സിൻ്റെ മിനിറ്റ്സ് ബുക്ക് ചെക്ക് ചെയ്യുമ്പം ഓഡിറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ആൻഡ് ദെയർ റെമ്യൂണറേഷൻ. ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അതുപോലെ അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റെസൊല്യൂഷൻ ചെക്ക് ചെയ്തിരിക്കണം. അപ്പോയിൻമെൻറ്റ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അവരുടെ റെമ്യൂണറേഷൻ
Then alteration of share capital, issue of shares at discount, issue of redeemable preference shares, issue of further shares to previous persons other than the existing equity shareholders. അതായത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് വീണ്ടും ഫർദറായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടോ, സോറി അതർ ദാൻ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലാത്ത ആളുകൾക്ക് വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ദെൻ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻറ്റ്, ദെൻ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഇത്രയും കാര്യങ്ങൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മിനിറ്റ്സ് ബുക്കിൽ ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. ഒന്ന്, ഇതിനകത്ത് കൂടുതൽ കൺഫ്യൂഷനൊന്നും തന്നെ ഇല്ല, വായിച്ച് മനസ്സിലാക്കുക, 1-2 പോയിൻറ്റ്സൊക്കെ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതൊക്കെ ഇതൊക്കെ എല്ലാം തന്നെ കുറച്ച് പോയിൻറ്റ്സ് സബ് പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ സിമിലർലി ഡയറക്ടേഴ്സ് മിനിറ്റ്സ് ബുക്ക് ഷുഡ് ബി എക്സാമിൻഡ് ഫോർ ദ ഫോളോയിങ് പർപ്പസസ്. അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെ മിനിറ്റ്സ് ബുക്ക് ചെക്ക് ചെയ്യുമ്പം നോക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റർ, അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനീസ് ബാങ്കേഴ്സ്, allotment of shares, adoption of contracts, forfeiture of shares, reissue of shares, calls on shares, adoption of annual accounts, recommendation of dividend, authorization of capital expenditure, declaration of interim dividend, exercising borrowing powers, payment of traveling expenses to officials and directors of the company, etc. ഇത്രയും കാര്യങ്ങളാണ് ഡയറക്ടേഴ്സിൻ്റെ മിനിറ്റ്സ് ബുക്ക് നോക്കുമ്പോൾ ഉറപ്പുവരുത്തിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ഇൻസ്പെക്ഷൻ ഓഫ് കോൺട്രാക്ട്സ്. ദ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദ കോൺട്രാക്ട്സ് entered into the company with the vendors, brokers and underwriters, promoters, etc. He should see whether the statements relating to these contracts made in the prospectus are correct. He should also ensure that all these contracts have been properly recorded. കോൺട്രാക്ട് ഇൻസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഓഡിറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, should examine the contracts entered into by the company with the vendors, brokers and underwriters, promoters, etc. അതായത് ഇൻഫ്രാസ്ട്രക്ചറുമൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. അതുപോലെ തന്നെ അതാണ് വെൻഡേഴ്സിൻ്റെ ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ മെഷീൻസ് ഒക്കെ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺട്രാക്റ്റ്, ബ്രോക്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സ്, അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് എക്സെട്ര ഇവരൊക്കെ ആയിട്ട് ഏർപ്പെട്ടിരിക്കുന്ന കോൺട്രാക്ട്സ് ചെക്ക് ചെയ്തിരിക്കണം. യു ഷുഡ് ഓൾസോ സീ വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദീസ് കോൺട്രാക്ട്സ് മെയ്ഡ് ഇൻ ദ പ്രോസ്പെക്ടസ് ആർ കറക്റ്റ്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസിൽ ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്നും ഉറപ്പുവരുത്തിയിരിക്കണം. യു ഷുഡ് ഓൾസോ എൻഷുർ ദാറ്റ് ഓൾ ദീസ് കോൺട്രാക്ട്സ് ഹാവ് ബീൻ പ്രോപ്പർലി റെക്കോർഡഡ്. അതുപോലെ തന്നെ ഈ കോൺട്രാക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നും അയാൾ ഉറപ്പുവരുത്തിയിരിക്കണം. Inspection of previous year's balance sheet and audit report. The new auditor should inspect the previous year's balance sheet to verify the opening balances of the current year. Previous yearലെ ബാലൻസ് ഷീറ്റും ഇൻസ്പെക്ട് ചെയ്തിരിക്കണം. എങ്കിലേ ഓപ്പണിംഗ് ബാലൻസ് ഇട്ടേക്കുന്നത് ശരിയാണോ എന്നുള്ളത് ന്യൂ ഓഡിറ്റർക്ക് അറിയാൻ പറ്റുകയുള്ളൂ. Moreover, according to the Companies Act, the corresponding figures of the previous year have to be given in the balance sheet. കമ്പനീസ് ആക്ടിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു റൂൾ അനുസരിച്ച് ബാലൻസ് ഷീറ്റിൽ പ്രീവിയസ് ഇയറിൻ്റെ ഫിഗേഴ്സും കൂടെ കൊടുക്കണം എന്ന് നിർബന്ധമുണ്ട്. He should see whether the recommendations made by the auditors in the last report have been properly carried out or not. അതുപോലെ തന്നെ പ്രീവിയസ് ഓഡിറ്റേഴ്സ് അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന റെക്കമെൻഡേഷൻസ് അത് കൃത്യമായി നടപ്പിലാക്കിയോ ഇല്ലയോ എന്നുള്ളതും പുതിയ ഓഡിറ്റർ ഉറപ്പുവരുത്തിയിരിക്കണം. ലാസ്റ്റ് ആനുവൽ റിപ്പോർട്ട് ഓഫ് ദി ഡയറക്ടേഴ്സ് ഷുഡ് ഓൾസോ ബി എക്സാമിൻഡ്
to ascertain the appropriation of profits. അതുപോലെ തന്നെ ആനുവൽ റിപ്പോർട്ട്, ഡയറക്ടേഴ്സിൻ്റെ ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം എങ്കിൽ മാത്രം അതിൻ്റെ അകത്തെ പ്രോഫിറ്റ്സിൻ്റെ അപ്രോപ്രിയേഷൻ, അതായത് റിസർവിലോട്ട് മാറ്റിയോ അല്ലെങ്കിൽ ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്തോ എങ്ങനെയാണ് പ്രോഫിറ്റ് അവർ അപ്രോപ്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. Examine accounting system and nature of business. The auditor has to ascertain the nature of business and examine the system of accounting, name of persons handling the books of accounts, etc. to plan and conduct the audit work very effectively. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ നേച്ചർ എന്താണെന്നും അതുപോലെ തന്നെ അവർ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം എന്താണെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ആരൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അയാളുടെ ഓഡിറ്റ് വർക്ക് എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Study of internal check system in operation. The auditor should ascertain details of internal check system in force in the business. ബിസിനസ്സിൽ ഇന്റേണൽ ചെക്ക് സിസ്റ്റം എത്രമാത്രം എഫക്റ്റീവായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിരിക്കണം. He should obtain a written statement from the responsible officer of the company about the internal check system. ഇന്റേണൽ ചെക്ക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസറുടെ അടുത്തുനിന്ന് റിട്ടൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. ദെൻ പ്രിപ്പറേഷൻ ഓഫ് സ്യൂട്ടബിൾ ഓഡിറ്റ് പ്രോഗ്രാം. Lastly, he should prepare suitable audit program for carrying out the audit work smoothly. അതിനുശേഷം ഒരു ഓഡിറ്റ് പ്രോഗ്രാം, എന്തെല്ലാം കാര്യങ്ങളാണ് ഓഡിറ്റിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്ലാൻ ഓഫ് ആക്ഷൻ, ഓഡിറ്റിൻ്റെ പ്ലാൻ ഓഫ് ആക്ഷൻ പ്രിപ്പയർ ചെയ്തിരിക്കണം. എന്നിട്ട് വേണം അയാൾ ഓഡിറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഓഡിറ്റ് പ്രോഗ്രാം എന്നാന്നുള്ളത് നമുക്കിനി അടുത്ത മൊഡ്യൂളിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത്.